ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് അലർട്ട് നിലനിൽക്കുന്നത്. നാളെ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ടുണ്ട്. മാത്രമല്ല നാളെ മുതൽ കേരളത്തിന് മുകളിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്നുള്ള ഒഡീഷയുടെ വടക്കൻ തീരം, ബംഗാൾ എന്നിവയുമായി മുകളിലായി ഒരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നുണ്ട്. അർജുൻ, നോക്കുകയാണെങ്കിൽ ചുരുക്കത്തിൽ വീണ്ടും ഒരു കൊടും മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ പ്രവചനങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? സേതു, തീർച്ചയായും തിരുവനന്തപുരത്തെ കാര്യമാണ് പറഞ്ഞു തുടങ്ങാൻ നല്ലത്. കാരണം ഇന്ന് രാവിലെ നൽകിയതും ഉച്ചയ്ക്ക് നൽകിയതുമായിട്ടുള്ള മഴ മുന്നറിയിപ്പിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും മഴ സാധ്യത ഇല്ലെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നത്. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ അതല്ല സ്ഥിതി. ഉച്ച തൊട്ട് എനിക്ക് പുറകിൽ കാണാം, അത്രയും ശക്തമായിട്ടുള്ള മഴ ഉച്ച തൊട്ട് ശക്തമാകുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുമ്പ് വന്ന മഴ മുന്നറിയിപ്പിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും കൂടി യെല്ലോ അലർട്ട് നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് സംസ്ഥാനത്ത് എല്ലായിടത്തും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ സേതു പറഞ്ഞതുപോലെ തന്നെ എറണാകുളത്തും തൃശ്ശൂരും ഇടുക്കിയിലും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ്. ഈ 4 ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നാളെയും കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കുറെ കൂടി അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്തെമ്പാടും പ്രതീക്ഷിക്കാം. അത് വടക്കൻ ജില്ലകളിലാണ് വെള്ളിയാഴ്ച ശക്തമാകുന്നത്. അതായത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഉൾപ്പെടെ 4 ജില്ലകളിലാണ് വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുശേഷം എറണാകുളം തൊട്ട് കണ്ണൂർ വരെ, കാസർഗോഡ് വരെ ഓറഞ്ച് അലർട്ടുണ്ട്. ആ ഓറഞ്ച് അലർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരും കാസർഗോഡും എക്സ്ട്രീം ഹെവി, അതായത് അതിതീവ്രമായ മഴ ഈ 2 ജില്ലകളിൽ ശനിയാഴ്ച ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതായത് ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിൽ കൂടിയും അതിതീവ്രമായിട്ടുള്ള മഴ കണ്ണൂരും കാസർഗോഡും ശനിയാഴ്ച തൊട്ട് പ്രതീക്ഷിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഞായറാഴ്ചയാണ് അത് കൂടുതൽ ഇടങ്ങളിലേക്ക് പോവുകയാണ്. സംസ്ഥാന വ്യാപകമായി അതിശക്തമോ അതിതീവ്രമോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുകയാണ്. അതായത് ഇന്നും നാളെയും ഒന്നും പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല മഴ. മറ്റന്നാൾ തൊട്ട് അത് കുറെ കൂടി ശക്തമാകാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം 2 കാര്യങ്ങളാണ്. ഒന്ന്, ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴിയാണ്. മറ്റൊന്ന്, സേതു പറഞ്ഞതുപോലെ തന്നെ പടിഞ്ഞാറൻ കാറ്റ്, കാലവർഷം എത്തിക്കുന്ന പടിഞ്ഞാറൻ കാറ്റ് സജീവമാവുകയാണ്. അങ്ങനെ ഈ 2 അനുകൂല ഘടകങ്ങൾ കാലവർഷത്തെ ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് കേരള തീരത്തിനോട് അനുകൂലമായി ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും പ്രത്യേകമായി ജാഗ്രത വേണ്ടതും വടക്കൻ ജില്ലകളിലേക്കാണ്. പ്രത്യേകിച്ച് കണ്ണൂരും കാസർഗോഡും വരും ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിലും അതിതീവ്രമായിട്ടുള്ള മഴ, അതായത് 200 മില്ലിമീറ്ററിനും മുകളിലാണെങ്കിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകാറുള്ളത്. റെഡ് അലർട്ട് അല്ല നൽകിയിട്ടുള്ളതെങ്കിൽ കൂടിയും അവിടെ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് കണ്ണൂരും കാസർഗോഡും എന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഇന്നും സംസ്ഥാനത്തെമ്പാടും മഴയുണ്ട്. എല്ലാ ജില്ലകളിലും